അതെ, ഇന്ന് എന്നാ പരിപാടി? ഇന്നത്തെ ഒരു സ്പെഷ്യൽ നമ്മുടെ മീനെ ഒന്ന് പിടിച്ച് നമുക്ക് പൊള്ളിച്ചെടുക്കാം. മീൻ പൊള്ളിച്ചതാ സ്പെഷ്യൽ മീൻ പൊള്ളിച്ചത്. ഇന്ന് നമ്മൾ ഷാപ്പിലൊക്കെ പോയല്ലേ കഴിക്കാറുണ്ട്. ഇന്ന് നമുക്കൊന്ന് നോക്കാം നമ്മുടെ മീൻ പിടിക്കാനാ. ഓക്കെ, പിന്നെ പിടിക്കേ. ഈ പുല്ല് എന്നായിട്ടെ പറിച്ചുകളാതെ വെച്ചിരുന്നേ? പുല്ല് പറിക്കാത്ത ഇവിടെ ഭയങ്കര വെയിലാണ്, വേറെ ഒന്നുമില്ല. അപ്പോൾ ഈ പുല്ലൊക്കെ ഇങ്ങനെ കിടക്കുവാണെന്നുണ്ടെങ്കിൽ തണുപ്പും കിട്ടും, പിന്നെ അത് തന്നെ പ്ലാസ്റ്റിക് പെട്ടെന്ന് പൊടിഞ്ഞും പോയിരിക്കും. ആണോ? ഓക്കെ, പുത്തി വേണം, പുത്തി. പുത്തിയുള്ള ആള് വെയിലത്ത് നിൽക്കുന്ന ഒട്ടും ശരിയല്ല കേട്ടോ. ഇച്ചിരി വെയിലും തണലത്തേക്ക് കയറിപ്പോയാൽ മീൻ കിട്ടൂല. തലയിലൊരു ക്യാപ്പൊക്കെ വെക്കണം, നല്ലതാ. ബുദ്ധി അങ്ങ് ഇതായിപ്പോ വെയിലത്ത്. അത് വേറൊരു കാര്യം. ഉണ്ടോന്നേ? ഉണ്ടെങ്കിൽ ഈ വെള്ളം കൊള്ളൂല കേട്ടോ. മീൻ വെള്ളമല്ലേ. കയ്യേല് മുറിവുണ്ടോ? നോക്ക്, ഇറങ്ങാതിരിക്കാൻ പറ്റുമോ? മറ്റേ കാലില് മറ്റേ ഷൂ ഇട്ടാ മതി. കാണുന്നില്ലല്ലോ. നിന്റെ സൗണ്ട് കേട്ടായിരുന്നോ പേടിക്കാൻ? ഉണ്ടായിരുന്നോ? അതിവനായിരിക്കുള്ളൂ, അവനടുത്ത് അറിഞ്ഞതായിരിക്കുള്ളൂ. വലിയ കൊല്ലല്ലേ. എല്ലാം ഉണങ്ങിയല്ലേ? എല്ലാം ഉണങ്ങി. അപ്പം നമ്മൾ കുളത്തിലെ വെള്ളം വറ്റിക്കാനായിട്ട്, ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറ്റിക്കാമെന്ന് പറഞ്ഞതിന് ഒരുപാട് പേര് തന്നെ കമൻസ് ഇട്ടു. പക്ഷെ എനിക്ക് അങ്ങനെ പറഞ്ഞ് ശീലമായതുകൊണ്ട് അങ്ങനെ വരുന്നതാണ്. പറ്റിക്കലല്ല പോലും, എന്നൊക്കെ ചോദിച്ചു. എറണാകുളത്ത് അങ്ങനെയല്ല, തേകണം. അപ്പം ഇത് അവർ പറഞ്ഞ പോലെ പറയാം, വറ്റിക്കാൻ. വെള്ളം വറ്റിക്കാനായിട്ട് നമ്മളിതാ 3 ഓസ് വെള്ളം ശരിക്കും പറഞ്ഞാൽ പറ്റിക്കുമല്ലേ ചെയ്യുന്നത്. പക്ഷെ കുറേ പേര് കമന്റ് ഇട്ടിട്ടുണ്ടായി നമ്മുടെ പഴയ മീനിന്റെ വീഡിയോയ്ക്ക്. ഇത് ചേച്ചി ആരെയാ പറ്റിക്കുന്നതെന്നൊക്കെ ചോദിച്ചിട്ട്. അതെ, ഞാൻ 1-2 പേർക്ക് കമന്റ് ചെയ്തിട്ടുണ്ടായി. നമ്മളവിടെ ഭാഗത്ത് ഇങ്ങനെയാ പറയണമെന്നൊക്കെ പറഞ്ഞു. എങ്കിലും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കുറേ കമന്റ്സ് വന്നതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. പറയുന്നുണ്ടെങ്കിലും ചിലപ്പം എനിക്ക് പറഞ്ഞ് ശീലമായതുകൊണ്ട് ചിലപ്പം പറ്റിക്കലെന്നും കൂടെ വായിൽ വരും. അപ്പം അത് തെറ്റാണെങ്കിൽ എല്ലാവരും ക്ഷമിക്കുക. അത് അങ്ങനെ പറഞ്ഞ ശീലമായി പോയതാണ് അല്ലേ. ഞങ്ങൾ ഇഷ്ടംപോലെ പിടിക്കുമായിരുന്നു, വീടിന്റെ താഴെ പാടമായിരുന്നതുകൊണ്ട്. അയ്യോ, അവിടെ ചെകുത്താനില്ല. ഞാൻ കല്യാണം കഴിച്ച പിന്നെ ചെകുത്താൻ വന്നത്, അതിന് മുമ്പ് ചെകുത്താനില്ലായിരുന്നു. ഇല്ലാത്തൊരു അരീക്ഷ ഉണ്ടായിരുന്നു, ഞാൻ കല്യാണം കഴിച്ചത് വന്നു. വലുതിന് നോക്കി അങ്ങ് പിടിച്ചാൽ മതി കേട്ടോ. അങ്ങോട്ട് വിടും, ഈ തല അങ്ങോട്ട് കയറ്റി. അങ്ങോട്ടുള്ള വീശലടാ ചെറുക്കാ, വീശാതെ അങ്ങോട്ട് കയറ്റിക്കേ. എന്നിട്ട് ഇവിടുന്ന് വേണം നമുക്ക് വീശ. ഇവിടെയാണ് മീൻ മൊത്തം. മീൻ ഓടുന്നു, നിങ്ങളെക്കാളും മുന്നേ മീൻ ഓടുന്നു. അവിടെ പൊക്കി പിടിക്കടാ. എവിടെ? അയ്യേ അയ്യേ അയ്യേ, വലിയ മീൻപിടുത്തക്കാർ. ദാണ്ട കിടക്കണ മീന്, ദാണ്ട കിടക്കണ മീന്, വലിയ മീൻപിടുത്തക്കാർ. ദാണ്ട മീൻ ഓടുന്നു. നമുക്ക് വെള്ളം വാലില്ല, അതുകൊണ്ടാ. അതിനകത്ത് ഓർത്ത് പിടിക്കണം, തോർത്തിൽ പിടിക്കണം. എനിക്ക് വലിയ ഇതാന്നല്ലേ പറഞ്ഞത്. ഞങ്ങളൊക്കെ തോർത്തിലാ മീൻ പിടിച്ചോണ്ടിരുന്നത്, അല്ലാണ്ട് കുഞ്ഞു കയ്യില് മുള്ളു കൊണ്ട് കയറുമ്പനെ വീശുവല്ലോ. അച്ഛയുടെ പ്ലാൻ പൊട്ടിപ്പൊളിഞ്ഞു. എന്നോട് ചോദിച്ചാൽ ഞാൻ മര്യാദക്ക് ബുദ്ധിപരമായിട്ട് പറഞ്ഞു തന്നെ. പിന്നെ അങ്ങനെ നമ്മുടെ വെള്ളം പറ്റിക്കൊണ്ടിരിക്കുന്നു. ചെറുക്കൻ ബക്കറ്റ് എടുക്കാൻ പോയിട്ട്, ചേട്ടൻ്റെ കാലിൻ്റെ തൊട്ട് പുറകിൽ മറ്റേ ചുമന്ന മീനുണ്ട്. അതിൻ്റെ പേരെന്നായിരുന്നേ? റെഡ് പിലോപ്പിയ. റെഡ് പിലോപ്പി. ചൊറിയും. മറ്റേ ഷൂ ഇട്ടിട്ട് അങ്ങ് ഇറങ്ങിയ പോരായിരുന്നോ? ചെറിയ മീൻ കുഞ്ഞുങ്ങളുണ്ടോന്നേ നാളത്തെ പോലെ. ഏതാണിത്? 5-6 തുണിയായിരിക്കും എടുത്തോണ്ട് വന്നേക്കണേ. ഇതെല്ലാം കൂടെ മീൻ പിടിച്ച. പിന്നെ ഞാൻ തോറ്റുപോയേക്കും, പക്ഷെ ഞാൻ തളരില്ല.
മനസ്സിലായില്ലേ? നല്ല നാന്തരം ഗ്രീൻ നെറ്റ് ആയിരുന്നു എൻ്റെ കാര്യത്തിൽ തീരുമാനമായി അല്ലേ? നീ പിടിക്കണ്ട. കൈ വെച്ച് ഒതുക്കാൻ നടക്കുന്ന ഒരുത്തൻ, ഗ്രീൻ നെറ്റും കൊണ്ട് പിടിക്കാൻ നടക്കുന്ന വേറൊരുത്തൻ. എടുത്ത രണ്ടെണ്ണാണല്ലോ കർത്താവ് എനിക്ക് കിട്ടിയത്. എനിക്ക് അറിയത്തില്ലാത്തോണ്ടാണല്ലോ ഞാൻ ഇറങ്ങാത്തത്. അടി കൂട്ടണില്ലല്ലോ. തിരക്കാക്കാതടാ. അടി കൂടെ പോകുന്നുണ്ട് മീന്. കേറിയിട്ടുണ്ട്. ബക്കറ്റ് എടുത്തില്ല ഇങ്ങോട്ട്. ഒരെണ്ണം കേറി. ഒരു കുഞ്ഞും കേറി. അത് പോവും ഇപ്പൊ, അത് പോവും. കാലിനടക്കണം അത് വലുതാണ്. വലുത് പോകുന്ന ഇറങ്ങിപ്പോയി. ഇത് വലുതാ. മതിയില്ലേ? മതി. വലുത് ചാടി. ആറെണ്ണമുണ്ട്. മതി. ഒരു വലുതുണ്ടായിരുന്നു. ആറെണ്ണം. ചെറുതില്ലടി. ഒരു ചെറുതുണ്ട്, അതിനെ പറിച്ചു വിട്ടത്. അത് ചെറുതാ. 9 എണ്ണം ഉണ്ട്. ആ ചെറുതിനെ വിട്ടോ. നമ്മൾ മീൻ പിടിച്ച് നമുക്ക് ആവശ്യത്തിനുള്ളത് മാത്രം, ബാക്കിനെയൊക്കെ നമ്മൾ ചേമ്പ് കിട്ടി. അതെ, മീൻ ചേമ്പ് കിട്ടി, പശുവിന് പുല്ല്, മീൻ. അങ്ങനെ 3 കാര്യം നടന്നു. അപ്പോൾ മീൻ നമ്മൾ വറ്റിച്ചിട്ട് ഇതാ പിന്നെ നമ്മൾ വെള്ളം ഇട്ട് കൊടുക്കുകയാണ്. നിങ്ങളെയൊക്കെ നമുക്ക് വീണ്ടും പിന്നീട് പിടിക്കാം. കുളത്തിലോട്ട് വെള്ളം നിന്നു പോയല്ലോ. വരുന്നുണ്ട്. നമ്മുടെ മീനിൻ്റെ മസാല റെഡിയാക്കാനുള്ള സാധനങ്ങളെല്ലാം ഞാനിവിടെ വെച്ചിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് മിക്സിയിലിട്ടൊന്ന് നന്നായിട്ടൊന്ന് കറക്കിയെടുക്കാവേ. നമുക്ക് ഇതിലോട്ട് ഉപ്പും കൂടെ വേണം. ഉപ്പും കൂടെ നമുക്കിടാമേ. ചേട്ടാ, ഈ ഉപ്പ് മതിയാവുമെന്നേ? ഇതിടട്ടെ? ഇത്ര ഉപ്പിടാം. കുറച്ച് ഉപ്പ് കുറച്ചിട്ടുണ്ട്. നമ്മുടെ മീൻ വെട്ടി വൃത്തിയാക്കി വരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നല്ല ഫ്രഷ് മീനാണെങ്കിൽ എന്താ രസം വരയാൻ തന്നെ അല്ലേ? പക്ഷെ നമ്മുടെ മീൻ പിടിച്ചതിൻ്റെ ഒരു ചെറിയൊരു വിഷമം എനിക്കുണ്ട്. തിന്നുമ്പോൾ പോവായിരിക്കും. പിന്നെന്തിനാ വളക്കുന്നത്? നമുക്ക് തിന്നാൻ വേണ്ടിയിട്ടല്ല വളക്കുന്നതെന്നോ. തിലോപ്പിയുടെ തൊലിയൊക്കെ കളഞ്ഞ് സെറ്റാക്കി. തൊലി പൊളിക്കാൻ നല്ല എളുപ്പം കേട്ടോ. മറ്റേ നമ്മൾ ചെമ്പല്ലിയൊക്കെ പൊളിക്കുന്ന പോലെ 2 സൈഡും ചെത്തുക. പൊളിക്കാനും ഒരു കോട്ടൺ തുണി ഉണ്ടെങ്കിൽ ഈ ഇറച്ചിൽ പോയി കിട്ടും. ചാരം വെക്കുന്നതിലൊക്കെ നല്ലതാണ്. നമ്മൾ മസാല ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് ഇച്ചിരി എണ്ണ ഒഴിക്കണം. ഇച്ചിരി വെളിച്ചെണ്ണ അതിലോട്ട് ഒഴിച്ചാലാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് കറക്റ്റ് വരുള്ളൂ. നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ മസാല ഇങ്ങനെ വരഞ്ഞ് അതിനകത്തേക്ക് അങ്ങ് തേച്ച് പിടിപ്പിക്കണം. അത് അടിപൊളിയായിട്ട്. ഇതങ്ങ് വറുത്തെടുക്കുമ്പോൾ ഉണ്ടല്ലോ, പറയുമ്പോഴേ വായിൽ വെള്ളം വരുന്നു എനിക്ക്. പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. നമ്മുടെ മീനിൽ മസാലയൊക്കെ അങ്ങ് പോരട്ടി. എന്താ ഭംഗിയല്ല കാണാൻ. അങ്ങനെ നമ്മുടെ കത്തി ചട്ടി അടുപ്പേ കയറി എണ്ണ അങ്ങനെ ചൂടായി വന്നിട്ടുണ്ട്. ഷാമ്പു വേണം 1, ഷാമ്പു വേണം 2 മതിയോ? ഒന്നുകൂടെ സൈഡിലോട്ട് വെക്കാൻ തോന്നും. നമ്മുടെ ചവിട്ട് കൊണ്ട് തീവം പോയി അതിൻ്റെ ഓർമ്മയ്ക്കായിട്ട്. അങ്ങനെ നമ്മുടെ 4 മീനുകളാണ് ഇവിടെ നമ്മൾ ചട്ടിയിലോട്ട് കമഴ്ത്തിയേക്കുന്നത്. വലുതാവട്ടെ എന്നല്ല, ഇനി ഇത് മറന്നു വരട്ടെ. നമ്മുടെ മീൻ നമുക്കൊന്ന് മറച്ചിടാം. അങ്ങനെ നമ്മുടെ എല്ലാ മീനുകളും വറുത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കഴിച്ച് നോക്കാം.
അപ്പം നമ്മുടെ മീൻ വറുത്ത വീഡിയോ നീ പൊള്ളിച്ചത് ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്തേക്കണേ. നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ ബൈ. ബൈ.